Hi friends, welcome back to our channel. അപ്പോൾ നമ്മളുടെ പാർട്ട് 3 വീഡിയോ ആണിത്. പാർട്ട് 3 വീഡിയോയിലും ഡിസ്മാൻഡ്ലിംഗ് തന്നെയാണ് വരുന്നത്. എന്തായാലും പുതിയ കൂട്ടുകാർക്ക് ഈ ഒരു സംഭവങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വീഡിയോ 2-3 പിന്നിലുണ്ട്. നിങ്ങളത് കണ്ടിട്ട് ഇതിലേക്ക് വരും. കാരണം നമ്മൾ ഒരു ക്ലാസിക് സ്കൂട്ടറിനെ ഇലക്ട്രിക് ചെയ്യാണ്. ഇത് ബജാജ് ചേതകിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ അല്ല. പിന്നെ കുറച്ച് പാർട്ടായിട്ട് എന്തായാലും ഇതുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി വയ്ക്കുക. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഒന്നാമത് അങ്ങനെ ഭയങ്കര ഗ്രോത്ത് ഉള്ളൊരു ചാനലൊന്നും അല്ല. ആണ്ടിലും സംക്രാന്തിക്കൊക്കെയാണ് വീഡിയോ വരുന്നത്. എന്തായാലും മാക്സിമം ഞാൻ 3-4 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടാൻ ശ്രമിക്കാം. നിങ്ങൾ ക്ഷമിക്കാം. കുറേ പേര് എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിരുന്നു എന്താണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ. പിന്നെ എൻ്റെ നമ്പർ പല വീഡിയോസിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ ആ ചേട്ടന്മാരോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. സത്യാവസ്ഥ അതാണ്. എന്തായാലും ഞാൻ ചേതക്കിൻ്റെ റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്യും. അതും അതിൻ്റെ ഡിസ്മാൻഡ്ലിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടാഗ് അടിച്ച് നിർത്തുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സ്വിംഗാം അതുപോലെ തന്നെ മോട്ടർ ഈ കാര്യങ്ങളെല്ലാം വരാനുണ്ട്. സ്വിംഗാം ഞാൻ ആൾറെഡി ഒന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. സ്വിംഗാം നമ്മളെ യൂട്യൂബ് തന്നെ ജസ്റ്റ് ചേതക് ഇലക്ട്രിക് കൺവേർഷൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഹിന്ദിക്കാരൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അയാളൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ സ്വിംഗാം അയാളിൽ റെഡിമെയ്ഡ് ഇരിപ്പുണ്ട്. അപ്രോക്സിമേറ്റ്ലി 2000 രൂപയുടെ റേഞ്ച് വരുന്നത്. അപ്പോൾ ആ 2000 രൂപയുടെ റേഞ്ചിലുള്ളത് ഇപ്പോൾ തൽക്കാലം ഞാൻ എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് പ്രോപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ കാശ് മുടക്കി ഞാൻ ഈ ഒരു ഇത് എടുക്കുകയാണെങ്കിലും നാളെ നിങ്ങൾക്കത് ഉപകാരം. കാരണം ഞാൻ അതിൻ്റെ പ്രോപ്പർ മെഷർമെൻറ്റ് എത്ര തിക്നെസ് ആണ്, എത്ര ലെങ്ത്ത് വേണം, എത്ര ലെങ്ത്ത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കട്ടിങ്ങുകൾ വരുന്നത്, അങ്ങനെ A to Z ഡീറ്റെയിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത്. ഞാനൊരു ബ്ലൂ പ്രിൻ്റ് രീതിക്ക് തന്നെ വരച്ചിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നാളെ നിങ്ങൾക്കത് അതിൻ്റെ പകുതി പൈസ പോലും വേണ്ടിയല്ല നിങ്ങൾക്ക് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് വെള്ളിയാവുന്നതും കട്ടിയാവുന്നതും അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ അത് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു എമൗണ്ട് ആവില്ല, അതിൽ കൂടുതലാവും. പിന്നെ സത്യത്തിൽ എന്നെ പറ്റിച്ചോ എന്നൊരു ഡൗട്ട് എനിക്ക് നന്നായിട്ടുണ്ട്. കാരണം ഇന്നേക്ക് 6ാമത്തെ ദിവസമായിട്ടുണ്ട് ഞാൻ ഓർഡർ കൊടുത്തിട്ട്. ഇതുവരെ ഒരു റെസ്പോണ്ടിങ്ങും ഇല്ല. എന്തായാലും ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കുന്നത് 72 വോൾട്ടിൻ്റെ 250 വാട്ടിൻ്റെ ഒരു കൺട്രോളറും BLDC മോട്ടറാണ്. അതിങ്ങനെ തിരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ആൾറെഡി ഒരു സ്കൂട്ടറുണ്ട് ഇലക്ട്രിക്. നിങ്ങൾക്കറിയാലോ, നമ്മളുടെ ചാനലിൽ തന്നെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് ജെമോപ്പയുടെ. അതിൻ്റെ കൺട്രോളറും ബാറ്ററിയും മോട്ടറും 72 വോൾട്ടാണ്. അപ്പോൾ 72 വോൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ബാറ്ററി ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ചേതക്കിൽ ഇപ്പോൾ ഞാൻ 24Ah ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അത് കുറഞ്ഞ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. എനിക്ക് വണ്ടീനെ കൊണ്ട് ഭയങ്കര ദൂരം പോകണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു റീസ്റ്റോറേഷൻ നല്ല പക്കയായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് യൂസ് ചെയ്യാൻ പാകത്തിനും കൂടി ചേർത്തിട്ടാണ് ഞാൻ സത്യത്തിൽ ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് കാര്യങ്ങളിൽ. നിങ്ങളെന്തായാലും വീഡിയോ പോയി കണ്ടിട്ട് വരും. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതാ ഈ സൈഡ് കവിളാണ് ഒരാൾ. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് ആൾറെഡി ചാവി ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റും. ആണോ, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് എന്തിൻ്റെയാണെന്നുള്ളതൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും ഈ പോർഷൻസത്തെ വയറൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കുഞ്ഞു നട്ടാണ് വരുന്നത്, അതും കൂടി ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇത് റിമൂവ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. എന്തായാലും ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ ആൾറെഡി ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുടെ ചാവി ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക എന്നുള്ളത്. ഈ ചാവി തൽക്കാലം ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്ന പരിപാടി ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചാണ്. കാരണം ഈ സെറ്റ് അടക്കം ഇതും മുന്നിലെ കീ സെറ്റും അടക്കം ഏകദേശം 300 സംതിങ് രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് മാറ്റുന്നതാണ് എന്തുകൊണ്ട് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഒന്നാമത് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കീ ആരുടെയെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചുകൂടി ബുദ്ധിമുട്ടായി കിട്ടും. അപ്പോൾ ഏറ്റവും നല്ലത് ഈ കീ സെറ്റ് മൊത്തം മാറ്റുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒരു കീയും കിട്ടും, അവിടെയും കിട്ടും. പിന്നെ ഇവിടെ ഒരു ബോക്സ് എനിക്ക് ചെയ്യണമെന്നുണ്ട്. കാരണം ഇലക്ട്രിക് വണ്ടി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ബോക്സ് ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മളിത് ഈ കംപ്ലീറ്റ് കീ സെറ്റാണ് മാറാൻ പോകുന്നത്. അങ്ങനെ നമ്മളുടെ ഈ സൈഡ് പോർഷനിലെ കംപ്ലീറ്റ് നട്ട് കാര്യങ്ങളെല്ലാം ഊരെടുത്തിട്ടുണ്ട്. അതിൽ ഇതാ ഇവിടെ ഒരു നട്ട് വരുന്നുണ്ട്, ഇവിടെ ഒന്ന് വരുന്നുണ്ട്, ഇവിടെ ഒന്ന് വരുന്നുണ്ട്, ഇവിടെ ഒന്ന് വരുന്നുണ്ട്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇത്രയും നട്ടാണ് വരുന്നത്. ഇത് വരുന്നത് ഇതാ ഈ ഒരു രീതിയിലുള്ള ചെറിയ നട്ടാണ് വരുന്നത്.
ഇത് ഊരിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഞാനിത് കാണിക്കാവുന്നത്. അത് കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്ററിലേക്ക് ഒരു വയറും വരുന്നുണ്ട്. അങ്ങനെ ആ വയറും കട്ട് ചെയ്തു. ഇനി നമുക്കിത് കുറച്ച് കൂടെ പിടിച്ച് ഉണ്ടോ ഇങ്ങ് വലിച്ച സാധനം പോലും ഇത്രയേ ഉള്ളൂ സംഭവം. ഉണ്ടോ ഇതിൻ്റെ ഉൾഭാഗത്തൊന്നും വേറെ അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ റൈറ്റ് സൈഡ് ഊരിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് നമ്മളുടെ വയറിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരുന്നത്. റിലേ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ റിലേയും കാര്യങ്ങളൊന്നും ഇനി നമുക്ക് ആവശ്യമില്ല. ഇത് എന്തിനാണ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒന്നും എനിക്കറിയില്ല. ഈ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിക്ക് അധികം മൈൻഡ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് റസ്റ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു നെട്ട് കാര്യങ്ങൾ കുറച്ച് റിസ്ക് ആയിരുന്നു ഊരിയെടുക്കാൻ. അതിൽ ഇവന്മാരൊന്നും കുഴപ്പമില്ല. അതാ ഈ 2 എണ്ണം മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നത്. ബാക്കിയൊന്നും വലിയ സീൻ ഉണ്ടായില്ല. ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഉൾഭാഗത്ത് വരുന്നത്. ഇതിൽ ഈ കാലുകളൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അതൊന്ന് റെഡിയാക്കാനുണ്ട്. പിന്നെ ഇതാ ഈ ഡോറിൻ്റെ ഈ പടിയും ഡാമേജ് ആയിട്ടുണ്ട്. കാരണം ഇത് ഏത് നിമിഷം പൊട്ടാം എന്നുള്ള രീതിക്കാണ് ഇത് നിൽക്കുന്നത്. പിന്നെ ഈ കാല് കാര്യങ്ങളെല്ലാം ഡാമേജാണ്. ബാക്കി ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയ ചെറിയ തുരുമ്പുകളും. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കാം. പിന്നെ ഇവിടെ ഒരു കവറിങ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഇതിനെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങനെ ഒരു ബോക്സ് എന്നുള്ള രീതിക്കാണ് കാണാം. ഇത് കൂടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഉള്ളിലേക്ക് തന്നെ എത്തും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ സൂക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ഭാഗത്തുള്ള കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്ന 2 ബൾബ് എന്ന് പറഞ്ഞാൽ ഇതാ ഒന്ന് ഈ ഒരു ടൈപ്പ് ഒരു ഉണ്ട ടൈപ്പ് ഒരു ബൾബാണ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം എന്താ അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് 12 വാൾട്ട് 10 വാൾട്ടിൻ്റെ ഒരു ബൾബാണ്. അടുത്ത് വരുന്ന ഒരു ബൾബ് ഇതാണ്. ഇതും 12-10 തന്നെയാണ് വരുന്നത്. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്നത് എനിക്കറിയില്ല. ഇതാ 12 വോൾട്ട് 10 വാൾട്ട് അതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 2 ബൾബാണ്. എന്തായാലും നമുക്ക് ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം. നമ്മളിതല്ല വെക്കാൻ ഉദ്ദേശിക്കുന്നത്, മറ്റൊരു മോഡലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് ആ ഒരു ഇത് മാറ്റിയിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള മറ്റൊരു ടൈൽ ലൈറ്റ് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ടൈൽ ലാമ്പ് യൂണിറ്റിൻ്റെ ഫുള്ളായിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. ഇതിൽ ഇവിടെ ഒരു ഹോൾ വന്നിട്ടുണ്ട്. ബാക്കിയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ ഹോളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു വയറിങ്ങിൻ്റെ ആവശ്യം ഇവിടെ അല്ല. നമുക്ക് ആൾറെഡി ഇതൊന്ന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ വെക്കുന്ന ടൈൽ ലാമ്പിനനുസരിച്ച് ഈ ഹോള് കാര്യങ്ങളൊക്കെ ഒന്ന് റീഹോൾ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ബീഡിങ് ഊരിയെടുത്തിട്ടുണ്ട്. ആ ഒരു മെറ്റൽ പീസ് സത്യത്തിൽ അത് ആഫ്റ്റർ മാർക്കറ്റ് പീസാണ് എന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. കണ്ടോ, അത് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ആ സാധനം കൂടി ഡാമേജ് ആയി കിട്ടി, അല്ലാതെ ഒന്നുമില്ല. അത് ഇനി രണ്ടാമതൊന്ന് റെഡിയാക്കി എടുക്കാണ്ട്. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളത് കുറച്ചൊന്ന് റീസർച്ച് ചെയ്തിട്ട് വേണം. കാരണം ഈ ഒരു സംഭവം ഇങ്ങനെ പ്രോപ്പർ റൗണ്ടിൽ എങ്ങനെ ക്രിമ്പ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ദൂരെടുത്ത് വീഡിയോ എടുക്കലും അതുപോലെ ദൂരിലും ആയതുകൊണ്ടാണ് ഒരുപാട് ടൈം എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ടപ്പയാറ് ഊരി തീരേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഈ സൈഡ് കവിളിൻ്റെ അവിടെ ഇത് ജസ്റ്റ് ഒരു ലോക്കിംഗ് മെക്കാനിസം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നട്ട് ബോൾട്ട് വന്ന് ഇത് ഫിക്സഡ് ആണ്. പിന്നെ ഈ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ ഇതിൻ്റെ സെയിം സംഭവം കിട്ടിയാൽ മാത്രമേ ഞാൻ ഇത് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് റീസ്റ്റോർ ചെയ്തിട്ട് മറ്റൊരു ഇൻഡിക്കേറ്റർ ആക്കും. അത് ഞാൻ ഒരു ഇൻഡിക്കേറ്റർ കണ്ടു വെച്ചിട്ടുണ്ട്. മേ ബി എത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഞാനത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നീട് ഇതാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത്. ഫ്യൂവൽ ടാങ്കിന് നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. കാരണം ഈ ഒരു പീസ് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു ഏരിയയാണ്. ആ ഒരു ടോപ്പ് ഭാഗം ഇത് കവർ ചെയ്യാനായിട്ട് നമുക്കത് ആവശ്യമുണ്ട്. അപ്പോൾ ഫ്യൂവൽ ടാങ്കിൻ്റെ ഇത് നമ്മളെന്തായാലും കൊടുക്കാൻ ചാൻസ് ഇല്ല. പിന്നെ സീറ്റ് എന്തായാലും നമുക്കൊന്ന് പുതിയത് വാങ്ങാം. സീറ്റ് ഫ്രണ്ടും ബാക്കും ചേർന്ന് 1000 സംതിങ് രൂപ, എന്തായാലും 2000 രൂപയുടെ ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ ഇത് നേരാക്കി എടുക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു വേറെ വാങ്ങുന്നതാണ്. പിന്നെ ഇതാണ് നമ്മളെ സ്പെയർ ടയർ വരുന്നത്. ഇത് സ്പെയർ ടയർ ക്യാരിയർ വരുന്നുണ്ട്. പിന്നെ ബാക്കിലെ ലൈറ്റ് ഇതാ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഇതുമെന്ന് ഊരിയിട്ടുള്ള ബീഡിങ് ഫ്യൂവൽ പൈപ്പ് കാര്യങ്ങളെല്ലാം ഇതാ ഇവിടെ കിടപ്പുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ഒരു ബീഡിങ് ഇവിടെ ഉണ്ട്.
ബാക്കി ഈ ഏരിയകളിലൊന്നും കഴിഞ്ഞിട്ടില്ല, ഇതെല്ലാം ഊരിയെടുക്കാണ്ട്. എന്തായാലും ബാക്കി ഊരുന്നതിന് മുമ്പ് ഈ ഒരു തുരുമ്പുള്ള ഏരിയാസൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എത്രത്തോളം തുരുമ്പുണ്ട്, അതിൻ്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത് എന്തായാലും ഒന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്കിൻ്റെ കേബിൾ ഊരിയുണ്ട്. ഈ അടുത്തായിട്ട് ഇതിൻ്റെ ബ്രേക്കിൻ്റെ ഈ ലിവർ ഊരിയെടുക്കണം. അതിന് ആദ്യം ഈ സംഭവം ഊരി കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് താഴുള്ളൂ. പ്രോപ്പറായിട്ട് താഴ്ന്നാൽ ഇതിൻ്റെ അടിയിലൊരു ലോക്ക് ഉണ്ട്, ആ ലോക്ക് എടുക്കാൻ കഴിയുള്ളൂ. അവന്മാർ വലയ്ക്കാനായിട്ട് ഇട്ടിട്ടുള്ള ഓരോരോ സാധനങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ ഊരിയെടുക്കാമോ? സത്യത്തിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിന്ന് കട്ട് ചെയ്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉള്ളത് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ പ്രാന്താവുന്ന ഏർപ്പാടാണ്. ഇതാണ് ചേതകിൻ്റെ ബാക്കിലെ ബ്രേക്ക് പാഡ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയുള്ള ഒരു ബ്രേക്ക് പാഡാണ് ഇത്. MIT ചേതക്ക് ഇതിനൊക്കെ ഈ ഒരു രീതിക്കാണ് ബ്രേക്ക് വന്നിട്ടുള്ളത്. കാലുമ്മലാണ് ബാക്ക് ബ്രേക്ക്. ഇനി നമുക്ക് ഈ ഒരു കാലാണ് ഊരിയെടുക്കാനുള്ളത്. അതിന് ഉൾഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ലോക്ക് വരുന്നുണ്ട്. ഈ ഒരു ബ്രേക്ക് പാഡ് ഊരിയെടുക്കാനുള്ള ഒരു ഉദ്യമം ഞാൻ തൽക്കാലത്തേക്ക് ഉപയോഗിച്ചു. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഊരി പോരണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കഷ്ടമാണ്. ഇതിൽ ഒരാണി വരുന്നുണ്ട്. ഈ ആണി എങ്ങനെ ഊരാം എന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് മുകളിലേക്കാണോ താഴേക്കാണോ, അതിന് പറ്റിയൊരു പ്രോപ്പർ ടൂൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഇവിടെ വെച്ചങ്ങ് കട്ട് ചെയ്തോളാം. കാരണം എനിക്ക് ഇത്ര മാത്രം മതി. ഇവിടെ ഞാൻ എന്തായാലും കാലിൽ ഫുഡ് പെഡൽ കാര്യങ്ങൾ വെക്കാൻ പോകുന്നില്ല. ഞാൻ ഈ ക്ലച്ചിന് പകരമാണ് ഞാൻ ബാക്ക് ബ്രേക്ക് ആക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു പോർഷൻ എനിക്ക് ആവശ്യമില്ല. എന്തായാലും ഈ ഒരു ചേതക് പ്രേമികൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ എന്തായാലും ഇതിനെ ജീവനോടെ വിടാൻ ഉദ്ദേശമല്ല. കാരണം നമ്മളുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ മോഡേൺ ചേതക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഴയ ഒരു രീതിക്കുള്ളത് എന്തായാലും ഞാൻ കൊണ്ടുനടക്കാനുള്ള ഒരു ഉദ്ദേശമില്ല. ഈ ഒരു ബേസിക് ഷേപ്പ് മാത്രം ഇതുപോലെ ഉണ്ടായിരിക്കും, ബാക്കിയെല്ലാം മോഡേൺ ആയിരിക്കും. അതിൽ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പ് ഞാൻ പറയുന്നില്ല, ഡിസ്ക് ബ്രേക്ക് ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു വഴി അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ ആൾറെഡി 6 വോൾട്ടിലാണ് നമ്മളുടെ വണ്ടി കിടക്കുന്നത്. 6 വോൾട്ടിൽ നിന്ന് 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്കിതിൻ്റെ പ്രോപ്പറായിട്ട് ഹോണ് കാര്യങ്ങളൊക്കെ അടിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ, ഹെഡ് ലാമ്പ് ഈ കാര്യങ്ങൾക്കൊക്കെ പവർ ഉണ്ടാവുള്ളൂ. പോരാ തന്നെ നമ്മളത് മെയിൻ ബാറ്ററിയിൽ നിന്ന് DC to DC കൺവേർട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിക്കുക. അപ്പോൾ ആ ഒരു രീതിക്ക് കൂടിയുള്ളത് നമുക്കിതിൽ ആൾറെഡി ചെയ്തു വെക്കണം. ചെയ്തു വെച്ചാൽ മാത്രമേ ഇത് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് പ്രോപ്പർ ആവുള്ളൂ.